ഫോസിയോഡിന്റെ ഒരു ആംപ്ലിഫയർ ആണ്, സ്റ്റീരിയോ ആംപാണ് ഇത്. V3 എന്നാണ്, ഫോസിയോഡിയോ V3 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ബാലൻസ് ഔട്ട് കിട്ടുന്ന ആംപ്ലിഫയർ ആണ്. ഇതിന് ബാസും ട്രബിൾ ഒന്നുമില്ല, ഒരു വോളിയം കൺട്രോൾ മാത്രമേ ഉള്ളൂ. രണ്ട് ലൈൻ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റും പിന്നെ ഔട്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റും, പിന്നെ പവർ കൊടുക്കാനുള്ളതും, പിന്നെ ഒരു പ്രീ ഔട്ട് ഉണ്ട്. നമുക്ക് ഇതിന് വേറെ ആമ്പിലേക്ക് കണക്ട് ചെയ്യാം. 24 to 48 വോൾട്ടാണ് ഇതിന് കൊടുക്കാന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നല്ല ഓഡിയോ ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. ഇത് ക്ലാസ് D ആണ്, വളരെ ചെറുതാണിത്, വളരെ ചെറിയ ഒരു ആംപ്ലിഫയർ ആണിത്. ഇവരത് 300 വാട്ട് ഒരു ചാനൽ കിട്ടുമെന്നാണ് പറയേണ്ടത്. അത് മാക്സിമം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി. ഇതിന്റെ കൂടെ ഇത് വരുന്ന പവർ സപ്ലൈ ആണിത്. ഇത് SMPS ആണ്. ഇത് 32 വോൾട്ടിന്റെ 5 ആംപിയർ പവർ സപ്ലൈ ആണ്. 32 × 5 160 വാട്ടാണ് ഇത് വരുന്നത്. അവർ കൊടുത്തിട്ടുണ്ട് 160 വാട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഔട്ടാണ് ഇതിന് കിട്ടുക എന്നുള്ളതാണ്. ഇത് വാങ്ങുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക. പവർ സപ്ലൈ ഇതിന്റെ കൂടെ എത്ര വരുന്നതെന്നുള്ളത്. ഇവർ തന്നെ 48 വോൾട്ട് 5-10 ആംപിയർ ഒക്കെ വരുന്ന പവർ സപ്ലൈ ഉണ്ട്. കാര്യം പറയുമ്പോൾ ഇവർ കൊടുത്ത വാട്ട്സ് ഒന്ന് നോക്കേണ്ടി വരും നമ്മൾ. കാരണം ഇത് ഈ 32 ഇത് ഇവരെ സൈറ്റിലുള്ളതാണ്. ഇതിന്റെ കൂടെ ഇവർ കൊടുത്താണ് 32 വോൾട്ട് 5 ആംപിയറിൽ 4 ഓംസിൽ 100 വാട്ടും 6 ഓംസിൽ 70 വാട്ടും 8 ഓംസിൽ 50 വാട്ടും ഒരു ചാനൽ ഇവർ പറയുന്നുണ്ട്. ഈ 160 വാട്ട് പവർ സപ്ലൈയിൽ നിന്ന് ഒരിക്കലും ഒരു ചാനൽ 100 വാട്ട് കിട്ടൂല. 2 ചാനൽ കൂടി 200 വാട്ടായാലോ. 160 വാട്ടിന്ന് 200 വാട്ട് ഒരിക്കലും ഔട്ട് കിട്ടൂലല്ലോ. അത് എങ്ങനെ വെച്ചാൽ കൊടുത്ത പവർ സപ്ലൈ 32 വോൾട്ട് × 5 ആണ്, 5 ആംപിയർ 160. പിന്നെ ക്ലാസ് D ആംപ്ലിഫയറിൻ്റെ ഒരു എഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90%. അപ്പോൾ ഒരു 0.9. അപ്പോൾ നോക്കുമ്പോൾ ഒരു 144 വാട്ടേ നമുക്ക് ഇതിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് തന്നെ അതിന് നമ്മൾ 2 ചാനലിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ 144 ആയിരിക്കണം. 2 ചാനലിലേക്ക് വരുമ്പോൾ 4 ഓംസിൽ 72 വാട്ട്സേ കിട്ടുള്ളൂ. അവർ കൊടുത്തിട്ടുള്ളത് 100 വാട്ട്സാണ് 4 ഓംസിൽ. അപ്പോൾ ഇത് വാങ്ങുന്നവർ പവർ സപ്ലൈൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നോക്കി വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ അവർ 300 വാട്ട് എന്നൊക്കെ പറഞ്ഞത് 48 വോൾട്ട് 10 ആംപിയറിൽ 280 വാട്ട് 4 ഓംസിൽ കിട്ടും, 8 ഓംസിൽ 140 കിട്ടുന്നതാണ്. അത് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 48 വോൾട്ട് × 10 ആംപിയർ അപ്പോൾ 480. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റിൻ്റെ എഫിഷ്യൻസി ഒരു 90% കൂട്ടുകയാണെങ്കിൽ 432 വാട്ട് 2 ചാനലും കൂടി കിട്ടുള്ളൂ. അത് 2ആയി മാറ്റിയാൽ 216 വാട്ട് 4 ഓംസിൽ കിട്ടുള്ളൂ. ഒരിക്കലും ഇത് 300 വാട്ടോ 250 വാട്ടോ ഇതിൽ നിന്ന് കിട്ടില്ല. ഇത് 4 ഓംസിലാണ് ഇത്രയും കിട്ടുക. 8 ഓംസിൽ ഇതിലും കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് 48 വോൾട്ട് 10 ആംപിയർ. ഇതിൻ്റെ ഇവർ മാക്സിമം പറയുന്ന പവർ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇത്രയും വാട്ട്സ് കിട്ടുക. അപ്പോൾ ഒരു 4 ഓംസിൽ 150 വാട്ട് 8 ഓംസിൽ 150 വാട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവർ ഇതിൽ പറയേണ്ടത് 4 ഓംസിൽ 250 അതൊരിക്കലും കിട്ടില്ല. അതേപോലെ 8 ഓംസിൽ 140 അത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പവർ കൂടിയ അല്ലെങ്കിൽ 8 ഓംസിലൊക്കെ ലോഡ് ചെയ്യുന്ന
സ്പീക്കറുകൾക്ക് ഉപയോഗിച്ചാൽ അത്ര നല്ല ഔട്ട്പുട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ്. ഇപ്പം ഇത് വാങ്ങിയ ആൾ തന്നെ ആളെ കയ്യിൽ 8 ohmസിൽ 100 വാട്ട് വരുന്ന ടവർ സ്പീക്കറാണ്. പക്ഷെ അതിന് ആൾ 48 വോൾട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിട്ട് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. ആൾ പവർ സപ്ലൈ ഉണ്ടാക്കി 3500 രൂപയോളം പവർ സപ്ലൈക്ക് മുടക്കിയിട്ടും ആരും ഉദ്ദേശിച്ച പെർഫോമൻസ് ആൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പവറുള്ള സ്പീക്കറുകൾക്ക് ഇത് ഉപയോഗിച്ചാൽ അത്ര നല്ല പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത്. അത് നല്ല ബുക്ക് ഷെൽഫ് സ്പീക്കറുകൾക്ക്, അതേപോലെ 4 ohmസിലൊക്കെ 100-150 വാട്ട് വരുന്ന സ്പീക്കറുകൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 8 ohms ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക്, പിന്നെ 8 ohms ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് മാറുന്നത് അറിയാനും കഴിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ പ്രത്യേകതകളുണ്ട്. നല്ല രീതിയിൽ വോളിയം കയറാൻ ചാൻസ് ഇല്ല. വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ പവർ സപ്ലൈ കൂടി പ്രത്യേകം ശ്രദ്ധിച്ച്, അതേപോലെ ആ പവർ സപ്ലൈന്ന് എത്ര വാട്ട്സ് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് നമ്മൾ കണക്കൂട്ടിയിട്ട് മാത്രം ഇത് വാങ്ങിക്കാൻ നിങ്ങളുടെ അടുത്തുള്ള സ്പീക്കറിന് വെച്ച്. സംഭവം നല്ല ക്വാളിറ്റിയാണ്, നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു ആംപ്ലിഫയറാണിത്. നമുക്ക് നല്ല ബാലൻസ് ഔട്ട് വരുന്ന സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാവുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. പ്രൈസും കുറവാണ്. നമ്മൾ പവർ കൂടിയതൊക്കെയാണ് നിങ്ങൾ അസംബിൾ ചെയ്യുന്നതാണ് നല്ലത്. നല്ല പവർ കൂടിയ ആംപ്ലിഫയറുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അവരടുത്തുനിന്ന് അസംബിൾ ചെയ്യാനാണ് നല്ലത്. ഇത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് തരാം. ഡൂഗി സൗണ്ടിൻ്റെ 5.25 ഇഞ്ച് സ്പീക്കറാണ്, 50 വാട്ട് വരുന്നത്. അത് ടെസ്റ്റിങ്ങിനുള്ളതാണ് ഇതിൽ കൊടുക്കുക. ഇതിന് ബനാന പിന്ന് വേണം ഇതിനായിട്ട്. ഇത് ഒരു ചാനൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. ബനാന പിന്നെ നിർബന്ധമായും വേണം. ഇത് സ്പീക്കറിൻ്റെ ഔട്ടാണ്. വേറെ നമുക്കിവിടെ സ്പീക്കറിലേക്ക് കൊടുക്കാം. ഇപ്പം അതിന് RC ആണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് മൊബൈലുമൊക്കെ ഉള്ളതാണ്. മൊബൈൽ പിന്നാണ് ഡയറക്റ്റ്. അത്രേ ഉള്ളു സംഭവം. ഇതിൻ്റെ ബോക്സിന് മുകളിൽ വന്നാൽ അത്രയും ക്യൂട്ടാണ് സാധനം. വളരെ ചെറുതാണ്, എവിടെയും വെക്കാം, എങ്ങോട്ടും കൊണ്ടുപോകാം. ഇത് പവർ സപ്ലൈ അവിടെ കൊടുക്കാണ്ട് കേട്ടോ. ഞാൻ പവർ സപ്ലൈ ഓണാക്കി വെക്കാം. പിന്നെ ഇത് ഓണാക്കാൻ ഈ നോബ് തന്നെയാണ്. അതിപ്പോൾ ഓണായി. ജസ്റ്റ് ഒരു മ്യൂസിക് വെറുതെ ചെയ്ത് വെക്കാം.
ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിനൊരു സംഭവം എന്ന് വെച്ചാല് പ്രശ്നമല്ല, ഇത് ഇവിടെ ഒന്നും സൗണ്ട് ഇല്ല, സൗണ്ട് വളരെ കുറവാണ്. ലാസ്റ്റ് എൻഡിലേക്കാണ് ഭയങ്കര ലൗഡായി വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഈ സബ് വൂഫർ വർക്ക് ചെയ്യണില്ല കേട്ടോ, ഇത് ഈ സ്പീക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഫോണിലാണ് പ്ലേ ഉണ്ട്, ഡയറക്റ്റ് ഫോണിന് കൊടുത്തേക്കാണ് കേട്ടോ. ഇത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. അതാണ് വേറൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഈ നോബിന്റെ ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി, കാരണം ഇവിടെ ഒന്നും സൗണ്ട് ഇല്ല, ഇവിടെ ഒന്നും ഒരു സൗണ്ട് കിടക്കണ്ടേ. ഈ ലാസ്റ്റ് എൻഡിലേക്ക് വന്നിട്ടാണ് നല്ല രീതിയിൽ ലൗഡായി വർക്ക് ചെയ്യേണ്ടത്. അതൊരു പ്രശ്നമായി എനിക്ക് തോന്നി. പിന്നെ പവർ സപ്ലൈ വാട്ട്സ് എല്ലാവരും വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്പീക്കറിനനുസരിച്ച് തന്നെ വാങ്ങുക. വാട്ട്സ് ഈ പവർ സപ്ലൈ ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങുക. ആ പവർ സപ്ലൈയിൽ നിന്ന് കൂടുതൽ കിട്ടൂല, അതിനും 10% കുറച്ചേ പവർ കിട്ടുള്ളൂ ചിന്തിക്കുക. വേറെ ഇപ്പോൾ പിന്നെ ബുക്ക് ഷെൽഫ് 4 ohms സ്പീക്കറുകൾ അല്ലെങ്കിൽ ടവറൊക്കെ ആണെങ്കിൽ 4 ohms ഉപയോഗിക്കുക. 8 ohms ബുക്ക് ഷെൽഫാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം എൻ്റെ അടുത്തുനിന്നൊരു പിയർലെസ്സിന് 8 ohms ഒരു ബുക്ക് ഷെൽഫ് ചെയ്ത ഒരാൾ ഇത് വാങ്ങിയിട്ടുണ്ട്, ജഗതീർ എന്ന് പറഞ്ഞിട്ടുള്ളത്, എറണാകുളത്തുള്ള. പുള്ളിയുടെ ആ സ്പീക്കറിനൊക്കെ നല്ല ഔട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഈ ആകുമ്പല്ല, പുള്ളിയുടെ ബാസ് ട്രബിളൊക്കെ വരുന്നതാണ്, 2.1 വരുന്നതാണ്, സബ്ബൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ അതെന്താ വെച്ചാൽ പിയർലെസ് 8 ohms 60 watt ഉള്ളൂ, പക്ഷെങ്കിൽ ആ സ്പീക്കറിനൊക്കെ 90 dB SPL വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ പവർ ആണെങ്കിൽ കൂടി അതിൽ നിന്ന് നല്ല ഔട്ട് കിട്ടും. അപ്പോൾ നല്ല SPL കൂടിയ സ്പീക്കറുകൾക്ക് 8 ohms ആണെങ്കിലും കുഴപ്പമില്ല. അല്ലാത്തതൊക്കെ 4 ohms മാക്സിമം വാങ്ങുക, പവർ കൂട്ടിയതാണെങ്കിൽ. പവർ കുറഞ്ഞതാണെങ്കിൽ 8 ohms ആണെങ്കിലും കുഴപ്പമില്ല. അതന്നെ, ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് തന്നെ ഉള്ളൂ. വില കുറവിതിന് ഒരു 8 സംതിങ് വില വരുന്നുള്ളൂ. 7000 8000 രൂപേൻ്റെ ആ റേഞ്ചിൽ വില ഉള്ളൂ ഇതിന്. പവർ കൂടിയതാകുമ്പോൾ നമ്മൾ അസംബിൾ ചെയ്യാനും ഒന്നും കൂടി നല്ലത്. അല്ലെങ്കിൽ പഠിച്ച പൈസ ഉള്ളവർക്ക് നല്ല ബ്രാൻഡഡ് വാങ്ങാൻ നല്ലത്. പിന്നെ ഇതിൻ്റെ വില പറയുമ്പോൾ ഈ പവർ സപ്ലൈയും കൂടി ചേർത്തിട്ടുള്ള വിലയാണ് കേട്ടോ. അതായത് ഈ പവർ സപ്ലൈ മാറുമ്പോൾ ഇതിൻ്റെ വിലക്ക് മാറ്റമുണ്ട്. 48 വോൾട്ട് 5 ആമ്പിയർ 10 ആമ്പിയർ പവർ സപ്ലൈ കൂടെ വാങ്ങുമ്പോൾ ഈ പ്രൈസിന് കിട്ടില്ല. ഇതിപ്പോൾ ഈ 32 വോൾട്ട് 5 ആമ്പിയർ പവർ സപ്ലൈൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വരുമ്പോഴാണ് ഈ റേറ്റ് കേട്ടോ. പവർ കൂടിയത് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നവർ കറക്റ്റ് ഇതിൻ്റെ SMPS തന്നെ അല്ലെങ്കിൽ പവർ സപ്ലൈ തന്നെ ഉപയോഗിക്കുക. എന്താ വെച്ചാൽ അതിന് കുറച്ച് പ്രൊട്ടക്ഷനും കാര്യമൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള അവർ പറഞ്ഞ ആംബിയറും കാര്യമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന പവർ സപ്ലൈക്ക് ഇതിന് വർക്ക് ചെയ്യുന്ന സ്പീക്കറുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതിനനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ പവർ സപ്ലൈ നമ്മൾ മാറ്റി വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വാങ്ങിയ ആൾ ചെയ്ത പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ആ പവർ സപ്ലൈ ചെയ്തതിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം, ഔട്ട്പുട്ട് കൂടാത്തതിൻ്റെ അല്ലെങ്കിൽ അതിന് മാറ്റമൊന്നും സംഭവിക്കാത്തതിൻ്റെ ഒക്കെ.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കഴിയുന്നതും. സംഭവം നല്ലതാണ്. ഈ പൈസക്കുള്ള മുതൽ ഇതുണ്ട് എന്തായാലും.